യൂറോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ വിസ കിട്ടുന്ന ഒരു രാജ്യമാണ് സെർബിയ. സെർബിയ ഒരു ബാൽക്കൺ രാജ്യമാണ്. സെർബിയയുടെ ക്യാപിറ്റൽ വരുന്നത് ബെൽഗ്രേഡാണ്. സെർബിയ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ മെമ്പറല്ല, ഷെങ്കൻ രാജ്യമല്ല, അതുപോലെ നാറ്റോ മെമ്പറുമല്ല. മറ്റ് യൂറോപ്യൻ രാജ്യവുമായി സെർബിയയുടെ ജീവിത ചെലവ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സെർബിയയിൽ നിലവിലുള്ള ഡിമാൻഡിങ് ജോബ്സ് നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ്, അതുപോലെ വെൽഡേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, വെയർ ഹൗസിങ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് സർവീസ് മേഖലകളിലാണ് കൂടുതലായി വരുന്നത്. ഇവിടുത്തെ ആവറേജ് സാലറി 600 മുതൽ 700 യൂറോ വരെയുണ്ട്. ട്രക്ക് ഡ്രൈവേഴ്സിനും സാലറി നോക്കുകയാണെങ്കിൽ 800 യൂറോ മുതലാണ് വരുന്നത്. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ വിസ പ്രോസസ്സിംഗ് ടൈം വളരെ കുറവാണ്. 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെയാണ് ടൈപ്പ് ഡി വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി വരുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു ജോബ് ഓഫർ വേണം, അത് വെച്ചിട്ട് നമുക്ക് വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. വൺസ് നമ്മൾ സെർബിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി റെസിഡൻസ് പെർമിറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. വർക്ക് പെർമിറ്റ് വിസയാണ് ടൈപ്പ് ഡി, എന്നാൽ ടൂറിസ്റ്റ് വിസ ടൈപ്പ് സി വിസയാണ്. അത് 90 ദിവസത്തേക്കാണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി സെർബിയ ഷെങ്കൻ രാജ്യമാകാൻ സാധ്യതയുണ്ടോ എന്ന് പഴയ വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷെങ്കൻ രാജ്യമാവാനായിട്ട് ആദ്യം EU മെമ്പർഷിപ്പാണ് വേണ്ടത്. EU മെമ്പർഷിപ്പ് 2030 സെർബിയ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഷെങ്കൻ രാജ്യമാവാൻ സാധ്യതയുള്ളൂ. ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സെർബിയ ഉടൻ തന്നെ ഷെങ്കൻ രാജ്യമാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ 2030 ശേഷം നമുക്ക് അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.